ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം തുടങ്ങുകയാണ് 40 ദിനരാത്രങ്ങളുടെ ഒരു യാത്ര. തപസ് ആചരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ ഉദ്ധാന തിരുനാളിനായി നാം ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്നത്. ഒന്നാമതായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്രദ്ധ എന്ന വാക്ക് നാം ഏറ്റവും കൂടുതലായിട്ട് പരിഗണിക്കണം. നാം പഠിക്കുമ്പോഴും നമ്മുടെ ജോലി ചെയ്യുമ്പോഴും ശ്രദ്ധയുടെ പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. ഉന്നത നിലവാരത്തിലുള്ള ശ്രദ്ധ നാം നമ്മുടെ പഠനത്തിന് നൽകുകയാണെങ്കിൽ ഉന്നത നിലവാരത്തിലുള്ള മാർക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകും. ഇതുപോലെ തന്നെയാണ് നാം ദൈവത്തിൻ്റെങ്കിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധ, പല വിചാരം കൂടാതെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പ്രാർത്ഥനയായിട്ടുള്ള പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുവാനായിട്ടും ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഭക്തിയോടുകൂടി അതിൽ പങ്കുചേരാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് യേശു പ്രാർത്ഥനയുണ്ട്. യേശുവേ ദൈവപുത്ര, പാപികളായ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നാം ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ ആയിരിക്കുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നമ്മുടെ പാപാവസ്ഥയോർത്ത് അനുദപിക്കാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ തന്നെ ആത്മപരിശോധനയുടെ പ്രാധാന്യം പറഞ്ഞു തരേണ്ടതില്ല. എല്ലാ ദിവസവും രാത്രി നാം വീണുപോയ നിമിഷങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി അനുദപിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടക്കുവാനായിട്ട് ഓരോ ദിവസവും പരിശ്രമിക്കണം. രണ്ടാമതായിട്ട് നമുക്കറിയാം ഉപവാസം എന്ന് പറയുന്നത് നമ്മെ തന്നെ അച്ചടക്കമുള്ളവരായിട്ട് മാറ്റുന്നതിനാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള വിശപ്പുകളോട് നാം വേണ്ട എന്ന് പറയുമ്പോൾ, നോ പറയുമ്പോൾ നമുക്ക് നമ്മെ തന്നെ അച്ചടക്കമുള്ളവരാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഉപവാസം എന്ന പുണ്യം നമുക്ക് അഭ്യസിക്കാനായിട്ട് പരിശ്രമിക്കാം. മൂന്നാമതായിട്ട് നമുക്കറിയാം ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യം. നാം യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ്. ഒരു അവയവം വേദനിക്കുമ്പോൾ മറ്റൊരു അവയവം സഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ സഹായിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ ആയിരിക്കുന്ന ഓരോ വിശ്വാസിയും സഹിക്കുന്നത് കാണുമ്പോൾ നാം അധികം ധനികരായിരിക്കണമെന്നില്ല ഒരാളെ സഹായിക്കുവാനായിട്ട്. നമ്മാൽ കഴിയും വിധം ഒരാളുടെ വേദന നമ്മുടെ വേദനയായി മാറ്റിക്കൊണ്ട് നമ്മളാൽ കഴിയും വിധം അയാളെ സഹായിക്കുവാനായിട്ടും, അങ്ങനെ നാം ആ ഒറ്റ ശരീരത്തിലെ യേശുവാകുന്ന ശരീരത്തിലെ അംഗങ്ങളാണ് എന്ന് നമുക്ക് ഓർക്കാം. അങ്ങനെ ഈ 3 പുണ്യങ്ങളും അഭ്യസിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഈ നോമ്പുകാലം ചെലവഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.